Hello students, ഇന്നലെ നിങ്ങൾക്ക് അസൈൻമെന്റ് തന്നിരുന്ന പ്രോബ്ലമാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടി ഒന്ന് ചെയ്തു കാണിക്കുന്നതേ ഉള്ളൂ. മറ്റു പ്രോബ്ലംസും ചെയ്യാം. മാക്സിമൈസ് 5x1 minus x2 subject to x1 plus x2 greater than or equal to 2, x1 plus 2x2 less than or equal to 2, 2x1 plus x2 less than or equal to 2, x1 x2 greater than or equal to 0. Then first we have to write the problem in the standard form. Then maximization function will be minimization. The constraints will be equalities. Here 1 greater than or equal to constraints and 2 less than or equal to constraints. We add a surplus, subtract a surplus and add an artificial here. Then 2 slack variables here. എല്ലാം greater than or equal to form അല്ല, അപ്പോൾ ഒരു ആർട്ടിഫിഷ്യലേ ഉള്ളൂ. അതൊക്കെ ആലോചിക്കുക. പിന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനേക്കാളും അത്യാവശ്യം ഓക്സിലറി പ്രോബ്ലം എന്ന് എഴുതുക എന്നുള്ളതാണ്. ഫസ്റ്റ് വി റൈറ്റ് ദ ഓക്സിലറി പ്രോബ്ലം. ആൻസറിലേക്ക് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഇതിൻ്റെ ഓക്സിലറി പ്രോബ്ലമാണ്. ഓക്സിലറി പ്രോബ്ലത്തിന് ഓക്സിലറി ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെയാണ് നമ്മൾ മിനിമൈസേഷൻ ചെയ്യുക. ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് ആ കേസിൽ റോളൊന്നുമില്ല. ഫേസ് 2ലേക്ക് പോവുകയാണെങ്കിലാണ് അതിന് റോളുള്ളത്. അപ്പോൾ നമ്മൾ എന്താ മിനിമൈസ് ചെയ്യേണ്ടത്? ആർട്ടിഫിഷ്യൽ വേരിയബിൾസിൻ്റെ സം. മിനിമൈസ് g of capital X equal to sum of the artificial variables. നമുക്ക് കൺസ്ട്രെയിൻസ് എഴുതിയിട്ട് ചെയ്യാം. സബ്ജക്റ്റ് ടു x1 plus x2 greater than or equal to 2 minus x3 പ്ലസ്, ഇനി ആർട്ടിഫിഷ്യൽ ഒന്നും വരാനില്ല, അതുകൊണ്ടൊന്നും ആലോചിക്കാനില്ല. അടുത്ത വേരിയബിളിൻ്റെ ഇനി ആർട്ടിഫിഷ്യൽ അടുത്തതിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിനുള്ള നമ്പറും കൂടി ഇട്ടിട്ട് വേണം ഇവിടുത്തെ സർപ്ലസിന് ഇവിടുത്തെ ഇനി സർപ്ലസ് ഉണ്ടായിരുന്നെങ്കിൽ അതാലോചിച്ചിട്ട് വേണമായിരുന്നു ഇവിടുത്തെ ആർട്ടിഫിഷ്യലിന് പേര് കൊടുക്കാൻ. ബേസിസിലേക്ക് വരുന്ന വേരിയബിൾസ് ഒരുമിച്ചിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ വലിയ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ദെൻ സെക്കൻഡ് x1 പ്ലസ് 2x2, ഇവിടെ ഒരു സ്ലാക്ക് വേണം, പ്ലസ് x5 ഈക്വൽ ടു 2. ആൻഡ് ഇൻ ദ ലാസ്റ്റ് ഇക്വേഷൻ 2x1 പ്ലസ് x2 പ്ലസ് അവിടെയും ഒരു സ്ലാക്ക് വേണം, x6 എന്ന് വിളിക്കാം, ഈക്വൽ ടു 2. x1 എക്സെട്ര x6 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. x1 x2 തന്നിരുന്നതാണ്. മറ്റ് വേരിയബിൾസ് എന്നാണെന്ന് പറയുന്നത് നല്ലതാണ്. x3 ഈസ് എ സർപ്ലസ് വേരിയബിൾ, x4 ആർട്ടിഫിഷ്യൽ ഹെവി ചുരുക്കി എഴുതാം. x5 x6 ആർട്ടിഫിഷ്യൽ അല്ല, സ്ലാക്ക് വേരിയബിൾസ്. അപ്പോൾ ബേസിസിൽ വരാൻ പോകുന്നത് 1 0 0 0 1 0 0 0 1 കോഎഫിഷ്യൻസ് ഉള്ളത്. x4 x5 x6 ബേസിസിലേക്ക്, ഇത് മൂന്നുമാണ് ബേസിസിലേക്ക് വരിക. 3 ഇക്വേഷൻസ് ആണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾസിൻ്റെ മാത്രം സം. ഒരിക്കലും തെറ്റി എഴുതേക്കരുത്. ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിളേ ഉള്ളൂ, x4 മാത്രം. മിനിമൈസ് g of x ഈക്വൽ ടു x4, g of x ഈക്വൽ ടു x4. അതിൻ്റെ പേരൊക്കെ മാറി വരാം. ചിലർ ഇതിനെ x6 എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. നല്ലത് ആദ്യത്തെ ഇക്വേഷനിൽ ആദ്യത്തെ ബേസിക് വേരിയബിൾ വരുന്നതാണ്. അതുകൊണ്ട് ഇതാണ് നല്ലൊരു റെപ്രസെൻറ്റേഷൻ. അതൊക്കെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ. മറ്റേത് തെറ്റാണ് എന്നൊന്നുമല്ല, പൊസിഷൻ മാറിയൊക്കെ വരാം. ദെൻ വി റൈറ്റ് ദ phase 1. phase 1 calculations. phase 1 ഓഫ് സിംപ്ലക്സ് മെത്തേഡ്. ബേസിസ് B 6 കോളംസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. P1 P2 P3 P4 P5 P6. ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആദ്യത്തെ ഇക്വേഷനിൽ മാത്രമാണ് ഉള്ളത്. ബേസിസ് B കഴിഞ്ഞ് നമുക്കൊരു സെപ്പറേഷൻ കൊടുക്കാം. ഈ സെപ്പറേഷൻ മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഒത്തിരി വരെയായി പോകും. ബേസിസിലുള്ള വേരിയബിൾസ് നമുക്ക് x4 x5 x6 ആണ്. x4 x5 x6 in the basis and minimize gx equal to x4. അപ്പോൾ P4 മാത്രം 1, ബാക്കി എല്ലായിടത്തും കോസ്റ്റ് കോഎഫിഷ്യൻസ് ഫ്രം ദ ഓക്സിലറി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സീറോസ്. ഇനി റൈറ്റ് സൈഡ്സ് എല്ലാ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് 2 ആണ്. ബിയുടെ കോളം 2 എന്നാവും. ഫ്രം ദ ഫസ്റ്റ് ഇക്വേഷൻ 1 1 ദെൻ -1 1 0 0 ഇങ്ങനെ വരുവാണ് നല്ലത്. 1 0 0 ബേസിസിലെ ആദ്യത്തെ വേരിയബിൾ ആദ്യത്തെ ഇക്വേഷനിൽ തന്നെ വരുന്നതാണ് നല്ലത്. അടുത്ത ഇക്വേഷനിൽ 1 2 ദെൻ 0 0 1
0. സെക്കൻഡ് ഇക്വേഷനിൽ സെക്കൻഡ് ബേസിക് വേരിയബിൾ. അപ്പോൾ 0 1 0 1 0 0 0 1 0. തേർഡ് ഇക്വേഷനിൽ 2 1 0 0 0 1. That is the third equation. Then in the first simplex table, you know that g equal to ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എഴുതണം അല്ലേ. x4ന്റെ കോഎഫിഷ്യന്റ് മാത്രം 1, x5ന് 0, x6ന് 0. ഇവിടെ g കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. 1 into 2 plus 0 into 2 plus 0 into 2. That is answer is 2. അവിടെ നമുക്ക് g2 എന്ന് കിട്ടും. നെറ്റ് എവാലുവേഷൻസ് ഇവിടെ എവാലുവേറ്റ് ചെയ്യണം. സാധാരണ സിംപ്ലക്സിലാണ് നേരെ എഴുതാമെന്ന് പറഞ്ഞു. ഇവിടെ 0 മൈനസ് 1 into 1 മൈനസ് 0 into 1 മൈനസ് 0 into 2. അപ്പോൾ ഇവിടെ ഒരു -1 വരും. ഇവിടെ 0 മൈനസ് ഓഫ് 1 into 1 0 into 2 0 into 1. ഇവിടെ -1 വരും. അടുത്തതിൽ 0 മൈനസ് ഓഫ് -1 into -1. ദാറ്റ് വിൽ ബി +1. ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ഏത് കേസിലാണെങ്കിലും ബേസിക് വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് 0 കാൽക്കുലേഷൻ ചെയ്ത് വന്നാൽ മതി. 1 - 1 അങ്ങനെ കിട്ടും. അപ്പോൾ 2 -1 ഇപ്പുണ്ട്. ഇതിലേത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാൻ ആദ്യം വേറെ കാര്യങ്ങളൊന്നുമില്ല, ആദ്യത്തെ എന്നുള്ള നിലയിൽ ഇതിനെ സെലക്ട് ചെയ്യുന്നു. ദെൻ b/p1 ആ സ്റ്റേജിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് b/p1 ആണ്. അപ്പോൾ b/pi നമുക്ക് ടേബിളിനെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതുണ്ട്. b/piക്ക് വേണ്ടി b/pi വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാം b/p1 ഉപയോഗിച്ച്. 2/1 is 2, second one is also 2/1, then 2/2 is 1. നമ്മൾ സെലക്ട് ചെയ്യുന്നത് 2/2 1 ആയിരിക്കും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ 2 സെലക്റ്റഡ് ആവും. 2 സെലക്റ്റഡ് ആകുമ്പോൾ ഇത് 1ഉം ഈ പൊക്കത്തിലെ 2 എലമെന്റ്സ് 0യും വരണം എന്ന് നിങ്ങൾക്കറിയാം. അതിന് എന്താ ചെയ്യുക, തേർഡ് റോയെ R3 എന്ന് ഞാൻ വിളിക്കാം. R3 goes to R3 ഡിവൈഡഡ് ബൈ 2. ആ 2ൻ്റെ കൂടെ 1 വരാൻ വേണ്ടി തേർഡ് റോയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ ആദ്യം തേർഡ് റോ എഴുതുന്നു. x6 പോയി, പകരം ഇവിടെയാണ് സെലക്ഷൻ വന്നത്. x1 ബേസിസിൽ വന്നു, x1 വന്നു, x1ൻ്റെ കോഎഫിഷ്യൻറ്റും 0, 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇവിടെ 1, ഇവിടെ 1, ഇത് 1/2, അടുത്തത് 0, പിന്നെ 3 0 ആണ്. ലാസ്റ്റത്തേത് ഒരു 1/2 എന്നാവും. ദെൻ ഇവിടെ 1 ആണ് കിടക്കുക. അപ്പോൾ അത് 0 ആകാൻ ഇത് ഉപയോഗിക്കുന്നതിൽ നല്ലത് ഇതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, R2നാണ് ട്രാൻസ്ഫോർമേഷൻ വേണ്ടത്. R2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ സോഴ്സ് റോ R1 ആണ്. മൈനസ് R1ൽ പഴയതിൽ 2 ആണ്, ഇവിടെ ആണെങ്കിൽ 1 ആണ്. അപ്പോൾ R1 ന്യൂ എന്ന് ഞാൻ എഴുതും. ന്യൂ R1 സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ 2 - 1 അതാരുടെ x5ൻ്റെ റോയാണ്. x5 കോഎഫിഷ്യന്റ് 0, 2 - ഇതല്ല ഇവിടെയാണ്. 2 - 1 1, 1 - 1 0, 2 - 1/2 3/2, then 0 - 0 0 - 0 1 - 0 0 - 1/2, that is -1/2. ഇനി R1 എഴുതണം. അവിടെ x4 തന്നെ നിൽക്കും. x4ൻ്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കും. ദെൻ യു ക്യാൻ റൈറ്റ്, അവിടെയും ഈ പൊസിഷനിൽ 1. ഇതാണ് നമ്മുടെ സോഴ്സ് റോ. അത് ഉപയോഗിക്കാം, അല്ലെ അതിന് പകരമായിട്ട് വന്ന് താഴെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതും സോഴ്സ് റോ ആയിട്ട് ഉപയോഗിക്കാം. ചിലപ്പോൾ ഇത് ഉപയോഗിക്കുന്നതായിരിക്കും സൗകര്യം, ചിലപ്പോൾ പൊക്കത്തിൽ ഉപയോഗിക്കുന്നതായിരിക്കും സൗകര്യം. അപ്പോൾ കോഎഫിഷ്യന്റ് 1 ആയതുകൊണ്ട് നമ്മൾ R1ന് വേണ്ടിയും പുതിയ സോഴ്സ് റോ ഉപയോഗിക്കും. R1 goes to R1 minus of R3. Oh, here also R2 minus R3 ആയിരുന്നു. R1 minus of R3 ന്യൂ R3 ആണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 - 1 1, 1 - 1 0, 1 - 1/2 that is 1/2, -1 - 0 -1, 1 - 0 0 - 0 0 മൈനസ് നമ്മുടെ പുതിയ റോയിലെ 1/2 that is -1/2. അങ്ങനെ നമുക്ക് ടേബിൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നെറ്റ് എവാലുവേഷൻസ് നോക്കാം, എന്നിട്ടാണ് പ്രൊസീഡ് ചെയ്യണമെന്ന് തീരുമാനിക്കുക. ജി ഈക്വൽ ടു, ഇപ്പോഴും ജി പോസിറ്റീവ് ആണ്. ജി 0 ആവുമോ, 0 ആയില്ല. നെറ്റ് എവാലുവേഷൻസ് നോൺ നെഗറ്റീവ് ആവുകയോ ചെയ്ത് ജി 1 എന്നേ ഉള്ളൂ. ഈ നെറ്റ് എവാലുവേഷൻസ് x1 ഈസ് ഇൻ ദ ബേസിസ്, ഇത് 0 ആയിരിക്കും. P2ന് കറസ്പോണ്ടിങ് ആയിട്ട് 0 - 1/2, ദിസ് ഇസ് -1/2. Then 0 - -1 that is +1. x4 ബേസിസിലുണ്ട്, x5 ബേസിസിലുണ്ട്, x6 ബേസിസിലില്ല, കാൽക്കുലേറ്റ് ചെയ്യണം. 0 - -1/2 that is +1/2. ഒരു നെഗറ്റീവേ ഉള്ളൂ, ഈ ഒരു -1/2 മാത്രം.
അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബി ബൈ പി 1/1/2 ഈസ് 2. ബി ബൈ P2 ആണ്. ഇപ്പോൾ വാലുവേറ്റ് ചെയ്യുന്നത് ഇത് ബി ബൈ P2 ആണ്. 1/1/2 2. 1/3/2 റെസിപ്രോക്കലാണ്. 2/3 ആയി. 1/1/2 2. ഇതിൽ 2/3 1ലും താഴെയാണ്. 2/3 സെലക്റ്റഡ് ആവും. 2/3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ 3/2നെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ആ പൊസിഷനിൽ 1 വരണം. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? x5 പോയി പകരം x2 ബേസിസിൽ വരുന്നു. ബേസിസ് പുതിയത് എങ്ങനെയായിരിക്കും? x4 x5ന് പകരം x2 ബേസിസിൽ വന്നു x1. അപ്പോഴും G0 ആകാനുള്ള സാധ്യത ഇല്ലയെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി. ആർട്ടിഫിഷ്യൽ വേരിയബിൾ x4 ആയിരുന്നു, അതിൻ്റെ പോയിട്ടില്ല. അപ്പം പ്രോബ്ലം തീരണമെങ്കിൽ G0 ആയിട്ട് ഈ സ്റ്റേജിൽ തീരാൻ പോകുന്നില്ല. ചെയ്താലേ അറിയത്തുള്ളൂ. ഇപ്പോൾ ആൻസർ ചെയ്തിരിക്കുന്നതുകൊണ്ടല്ലേ പരിചയമുള്ളൂ. അപ്പോൾ നമ്മൾ x2ൻ്റെ റോ ആണ്. x5 പോയി x2 ബേസിസ് വരുന്നു. x2ൻ്റെ റോ എഴുതുന്നത്. അപ്പോൾ ഇത് 0 1 0 എന്നാണ്. സോഴ്സ് റോ ഇതാണ്. ദിസ് ഈസ് ദ സോഴ്സ് റോ. സെക്കൻഡ് റോ സോഴ്സ് റോ ആവും. അവിടെ 1 വരുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ 2/3 കൊണ്ട് 3/2നെ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ ഉണ്ടാവും. ആ റോയിൽ മുഴുവൻ ആ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുക. R3 ഗോസ് ടു R2 ഗോസ് ടു 2/3 ഇൻറ്റു R2 എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഇവിടെ 2/3, അടുത്ത എലമെൻറ്റ് 0, അടുത്ത എലമെൻറ്റ് 1, അടുത്ത എലമെൻറ്റ് 0, പിന്നത്തത് 0. ഈ 1 ഉണ്ടായിരുന്ന പൊസിഷനിൽ 2/3 എന്ന് വരും. 1 ഉണ്ടായിരുന്ന പൊസിഷനിൽ 2/3. അതിന് ഒരു പൊസിഷനും കൂടെ ഉണ്ട്. -1/2 ഉണ്ടായിരുന്ന പൊസിഷനിൽ -1/2 ഇൻറ്റു 2/3. 2 ക്യാൻസൽ ചെയ്യും. ലാസ്റ്റ് മെമ്പർ -1/3 എന്നാകും. ഇനി നമുക്ക് വേണ്ടത് ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സ് ആണ്. R1നെ നമ്മുടെ കറസ്പോണ്ടിങ് പൊസിഷനിൽ 0 വരണം. R1 മൈനസ് പഴയ സോഴ്സ് റോ കൊള്ളത്തില്ല, നമ്മളിപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ പുതിയത് ഉപയോഗിക്കാം. R1 മൈനസ് ഓഫ് 1/2 ഇൻറ്റു R2 ഉപയോഗിക്കാം. R2 എലമെൻറ്റ്സിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. R1ന് സബ്ട്രാക്ട് ചെയ്യുക. കുറച്ച് എലമെൻറ്റ്സേ ഉള്ളൂ, മനസ്സിൽ ചെയ്യാവുന്നുള്ളൂ, അല്ലെങ്കിൽ എഴുതി വെക്കണം. R1ൻ്റെ എലമെൻറ്റ്സ് എന്നാ 1 0 1/2 -1 1 0 -1/2. ഇത് നമ്മുടെ R1. 2/3 ഇൻറ്റു 1/2 ഇൻറ്റു R2 ന്യൂ R2 ആണ്. 1/2 ഇൻറ്റു R2 ന്യൂ. ഇതിനെല്ലാം 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. -1/2 സബ്ട്രാക്ഷൻ ചെയ്താൽ മതി. 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 1/3, ഇവിടെ 0, അടുത്തത് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1/2, പിന്നെ 2 0. 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അടുത്തത് 1/3, -1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 6 എന്നാവും. അപ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് നേരെ റോ സബ്ട്രാക്ഷൻ കാണിക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് റഫ് സ്പേസ് ഒക്കെ എടുത്തിട്ട് വേണം ചെയ്യാൻ. 1 - 1/3 2/3. R1 - 1/2 R2 ആണ് ചെയ്യുന്നത്. 1/2 R2 ഇവിടെ എഴുതിയിട്ടുള്ളൂ. -1/2 R2 ആണ് കോമ്പിനേഷൻ. അതുകൊണ്ട് സബ്ട്രാക്ഷൻ ചെയ്യും. 1 - 1/3 2/3. 0 - 0 0. 1/2 - 1/2 0. -1 - 0 1 - 0 0 - 1/3. ഞാൻ ഇവിടെ നോക്കിയാണ് എഴുതുന്നത്. -1/2 -1/6 -1/2 +1/6. 6 ആക്കാൻ ആദ്യത്തതിൻ്റെ അകത്ത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ -3 + 1 -3 + 1 ഡിവൈഡഡ് ബൈ -1/2. 2 കൊണ്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. -2 -3 + 1 ഡിവൈഡഡ് ബൈ 6. ദാറ്റ് ഈസ് -2/6. ദാറ്റ് ഈസ് -1/3. ഈ വാല്യൂവും -1/3 എന്നാവും. തേർഡ് റോയിൽ എന്താ ചെയ്യേണ്ടത്? R3 ഗോസ് ടു, അവിടെയും സിമിലർ ആണ് സിറ്റുവേഷൻ. 1/2 ആണ് കാണുന്നത്. അപ്പോൾ R3 - 1/2 ഇൻറ്റു R2 ന്യൂ R2ൽ 1 ആണ് കാണുന്നത്. അപ്പോൾ നേരെ ചെയ്യുക. 1 - 1/3 ആവും. ഇത് 2/3 എന്നാണ്. അടുത്തത് R3യിലെ എലമെൻറ്റ് 1 ആണ്. R2 ന്യൂവിൽ 1 - 0. R3യിലെ എലമെൻറ്റ് 1/2, ന്യൂവിൽ 1, 1/2 -1/2 0. ഇത് രണ്ടും 0 ആണ്. അടുത്തത് രണ്ടും 0 ആണ്. 0 ഇവിടെയുള്ള എലമെൻറ്റിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1/3 ആവും. സബ്ട്രാക്ട് ചെയ്യുക. -1/3 എന്ന് കിട്ടും. ഈ എലമെൻറ്റ്
ഇവിടെ കാണുന്നത് 1/2